ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ ഇന്ന് പോകുന്നത് നർസാപൂർ അർബൻ ഫോറസ്റ്റ് പാർക്കിലേക്കാണ്. ഇത് ഹൈദരാബാദിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ചെറിയ ഫോറസ്റ്റ് ആണ്. ഞങ്ങളുടെ അവിടെ നിന്ന് ഒരു 35 കിലോമീറ്റർ ആണ് ഇങ്ങോട്ട്. ഫോറസ്റ്റ് ഏരിയയിലോട്ട് കടന്നപ്പോ തന്നെ നിറച്ചു കുരങ്ങന്മാരായിരുന്നു. പാർക്കിന്റെ ഓപ്പോസിറ്റ് റോഡ് സൈഡ് തന്നെയാണ് കാർ പാർക്കിംഗ്. അവിടെയും നിറച്ച് കുരങ്ങന്മാരായിരുന്നു. 50 രൂപയാണ് എൻട്രൻസ് ഫീ. ക്യാമറയ്ക്ക് എക്സ്ട്രാ ചാർജ് ഉണ്ട്. കുരങ്ങന്മാരുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു വേറെ ഒന്നും ഉള്ളിലോട്ട് കൊണ്ടുപോകാൻ സമ്മതിച്ചില്ല. തുടക്കത്തിൽ തന്നെ ഒരു റൂട്ട് മാപ്പ് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ പിന്നെ കുറച്ച് ഈസി വേ ആണ് എടുത്തത്. സമയം 3 മണി കഴിഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളി ക്ലൈമറ്റ്, ഒട്ടും ചൂടില്ല, നല്ല കാറ്റുമുണ്ട്. ട്രക്കിങ്ങിന് പറ്റിയ അറ്റ്മോസ്ഫിയർ ആണിപ്പോ. എൻട്രൻസിൽ കുറെ വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും പോകുന്ന വഴി തിരക്കൊന്നുമില്ല. നല്ല കാം ആൻഡ് ക്വൈറ്റ് ഫോറസ്റ്റ് വേ. പിന്നെ അവിടെ ഇവിടെയൊക്കെയായി കുറച്ച് രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ കുറച്ചു നേരം റിലാക്സ് ചെയ്യാം, ഫോട്ടോസ് എടുക്കാം. നർസാപൂർ അർബൻ ഫോറസ്റ്റ്. രണ്ട് അർബൻ യുവതികളെ ഒന്ന് ഇങ്ങോട്ട് നോക്കൂ. ഇങ്ങോട്ട് നോക്കറേ. അങ്ങനെ നടന്ന് ഞങ്ങൾ വാച്ച് ടവറിന്റെ അടുത്ത് എത്തി. ഇവിടെ അത്യാവശ്യം ക്രൗഡഡ് ആയിരുന്നു. 3 നിലയുണ്ട്. ഇങ്ങനെ റൗണ്ട് ചെയ്ത് വേണം കയറാൻ. ഓരോ ഫ്ലോറിലും സീറ്റിംഗ് അറേഞ്ച്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഓരോ നിലയിൽ നിന്നും ഓരോ ടൈപ്പ് വ്യൂ ആണ്. അങ്ങനെ കറങ്ങി ഞങ്ങൾ മുകളിലെത്തി. കാടിന്റെ ഫുൾ വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കാണാം. കുറച്ചു ദൂരെയായി വലിയ മനോഹരമായ ലേക്കുമുണ്ട്. ഏറ്റവും മുകളിൽ ഭയങ്കര കാറ്റായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. കാറ്റും കൊണ്ട് കുറെ ഫോട്ടോസ് എടുത്ത് കുറച്ചധികം നേരം ഞങ്ങൾ അവിടെ നിന്നു. എന്തായാലും നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഇവിടെ. വന്ന വഴിയെല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. വാച്ച് ടവർ നല്ല ഭംഗിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വെറുതെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുന്നതിന് പകരം കാടിന് മാച്ചായിട്ടുള്ള ആർക്കിടെക്ചർ കൊടുത്തു തന്നെയാണ് വാച്ച് ടവർ ഉണ്ടാക്കിയിരിക്കുന്നത്. 5 മണി വരെയാണ് പാർക്ക് ഓപ്പൺ ആയിട്ടുള്ളൂ. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അധികം വൈകാതെ തിരിച്ചു നടക്കാൻ തുടങ്ങി. ഇടയ്ക്ക് വെച്ച് ചെറുതായി ഒരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ പോകുന്ന വഴിക്കെല്ലാം ഒരുപാട് പുറ്റുകൾ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ കുറച്ച് ചെറിയ ജീവികളൊക്കെ വഴിയിൽ കണ്ടു. മോൾക്ക് അതൊക്കെ ഒരു കൗതുകമായി. കാട്ടിലൂടെ ഈ അസമയത്ത് ആരാണി പോകുന്നത്? അമ്മിണി, അമ്മിണി, ഊഫ്, അതാ 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 അമ്മിണി. അമ്മിണി അമ്മ. സിറ്റിയിലെ പായും കാഴ്ചകൾ മടുക്കുമ്പോൾ ഇതുപോലെ കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന ഇടങ്ങൾ നമ്മുടെ മാനസികാരോഗ്യം നിലനിർത്താൻ വളരെ നല്ലതാണ്. അതാ ചാടി മറിഞ്ഞു കുത്തി. കൂട്ടുകാരായും ഫാമിലി ആയിട്ടും ഒരു ഹാഫ് ഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഇടമാണ്. എനിക്ക് അത്ഭുതം തോന്നിയത് കാടിന്റെ ഉള്ളിൽ ഒരൊറ്റ കുരങ്ങന്മാരെ പോലും കണ്ടില്ല. ഫുൾ കുരങ്ങന്മാരും എൻട്രൻസിന്റെ അവിടെയും പിന്നെ റോഡിലുമായിരുന്നു. ഡു നോട്ട് ഫീഡ് മങ്കീസ് എന്ന് എല്ലായിടത്തും ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിലും പുറത്ത് റോഡിൽ മിക്ക ആളുകളും കുരങ്ങന്മാർക്ക് തീറ്റ കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ അത് കാരണമായിരിക്കാം കുരങ്ങന്മാരെല്ലാം റോഡിൽ ഇറങ്ങി നിൽക്കുന്നത്. അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം.